ഹേ ആസ്പിരൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് സർവേയിങ് ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് സർവേയിങ് ആണ്. എന്താണ് സർവേയിങ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡെഫിനിഷൻ തന്നെയാണ്. നമ്മുടെ എർത്തിൻ്റെ എബോവ് ബിലോ ഉള്ള പോയിൻറ്റ്സിൻ്റെ റിലേറ്റീവ് പൊസിഷൻസ് ഫൗണ്ട് ഔട്ട് ചെയ്യുന്ന ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആണ് സർവേയിങ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് എന്താണ്. എർത്തിൻ്റെ ഷേപ്പ് ഒന്നേ ഒപ്ലൈറ്റ് സ്പിറോയിഡ്, അല്ലെങ്കിൽ എലിപ്സോയിഡ്, അല്ലെങ്കിൽ ജിയോയിഡ്, അല്ലെങ്കിൽ ഓവലോയിഡ് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ എർത്തിന് 2 ടൈപ്പ് ഡയാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഇക്വറ്റോറിയൽ ഡയാമീറ്ററും പിന്നൊന്ന് പോളാർ ഡയാമീറ്ററും. ഇക്വറ്റോറിയൽ ഡയാമീറ്റർ ആയിരിക്കും എപ്പോഴും പോളാർ ഡയാമീറ്ററിനെ കാട്ടി കൂടുതൽ. ഇക്വറ്റോറിയൽ ഡയാമീറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12,756.75 കിലോമീറ്ററും പോളാർ ഡയാമീറ്റർ 12,713.80 കിലോമീറ്റേഴ്സുമാണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 42.95 കിലോമീറ്റേഴ്സ്. അതായത് ഏകദേശം നമ്മുടെ എർത്തിൻ്റെ ആവറേജ് ഷേപ്പിൻ്റെ 0.34% ആണ്. നമ്മുടെ എർത്തിൻ്റെ ഒരു ആവറേജ് ഡയാമീറ്റർ എന്ന് പറയുന്നത് 12,742 കിലോമീറ്റേഴ്സാണ്. ഇനി നമ്മൾ എന്തിനാണ് നമ്മൾ സർവേ ചെയ്യുന്നത്? നമ്മൾ സർവേ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാപ്പോ പ്ലാനോ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ സർവേയിങ് ചെയ്യുന്നത്. ഇനി സർവേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്ക എക്സാംസിനും ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യനാണ് എന്താണ് സർവേയിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. സർവേയിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടാണ്. ഇത് തിരിച്ചും ചോദിക്കാറുണ്ട്, പാർട്ട് ടു ഹോൾ ആണോ അങ്ങനെയും ചോദിക്കാറുണ്ട്. പക്ഷേ ആൻസർ എന്ന് പറയുന്നത് ഹോൾ ടു പാർട്ടാണ്. എന്താണ് ഹോൾ ടു പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? ഹോൾ ടു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹോൾ ഏരിയ, നമ്മുടെ മുഴുവനായിട്ടുള്ള ഏരിയനെ ഡിഫറെൻറ്റ് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ പാർട്സും ഇൻഡിവിജ്വലി അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി സർവേ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹോൾ ടു പാർട്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതായത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്താണ്? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എറേഴ്സ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കൊരു പോയിൻ്റ് ആക്യുറേറ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് 2 റെഫറൻസ് പോയിൻ്റെങ്കിലും മിനിമം വേണം. ഇനി നമ്മൾ അടുത്ത് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇതിൽ നിന്ന് സാധാരണ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ട് തന്നെ പോകണം. നമ്മുടെ സർവേയിങ്ങിൻ്റെ പ്രൈമറി ക്ലാസിഫിക്കേഷൻ എന്താണ്? പ്രൈമറി ക്ലാസിഫിക്കേഷൻ നമുക്ക് നമ്മുടെ സർവേയിങ്ങിനെ 2ആയിട്ട് തിരിക്കാൻ പറ്റും. പ്ലെയിൻ സർവേയിങ്ങെന്നും ജിയോഡറ്റിക് സർവേയിങ്ങെന്നും തിരിക്കാൻ പറ്റും. ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ സർവേയിൽ നമ്മൾ എർത്ത് ഒരു കർവ് ഷേപ്പാണ്. അപ്പോൾ ആ ഒരു കർവേച്ചർ നമുക്ക് കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ, അതായത് കർവേച്ചർ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് പ്ലെയിൻ സർവേ. അതേസമയം നമ്മൾ കർവേച്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ജിയോഡറ്റിക് സർവേ എന്ന് പറയും. ജിയോഡറ്റിക് സർവേയുടെ മറ്റൊരു പേരാണ് ട്രിഗണോമെട്രിക് സർവേ. നമ്മൾ ആദ്യം പ്ലെയിൻ സർവേയുടെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പ്ലെയിൻ സർവേയിൽ നമ്മൾ പറഞ്ഞതുപോലെ എർത്തിൻ്റെ സർഫസ് ഫ്ലാറ്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, അതായത് കർവേച്ചർ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർവേ ചെയ്യുമ്പോൾ നമ്മുടെ ഏരിയ അപ് ടു 260 കിലോമീറ്റർ സ്ക്വയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതായത് ഏകദേശം 100 സ്ക്വയർ മൈൽസ്. നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ 260 പകരം 200 എന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസിൽ 260 ഇല്ല എങ്കിൽ നമുക്ക് 200 ചൂസ് ചെയ്യാം. അതുപോലെ പ്ലെയിൻ സർവേ ചെയ്യുന്നത് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിനാണ്. നമ്മൾ ഏരിയ കാൽക്കുലേഷൻ, സാധാരണ ഒരു സ്ഥലത്തിൻ്റെ ഏരിയ കാൽക്കുലേഷൻ പോലുള്ള ചെറിയ ഇമ്പോർട്ടൻസ് കുറഞ്ഞ വർക്ക്സിനാണ് നമ്മൾ പ്ലെയിൻ സർവേ ചെയ്യുന്നത്. അതുപോലെ പ്ലെയിൻ സർവേയിൽ നമ്മൾ 2 പോയിൻറ്റ്സ് നമ്മൾ ആ സർവേ ചെയ്യുമ്പോൾ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടായിരിക്കും. അതുപോലെ നമ്മൾ ഏതെങ്കിലും 3 പോയിൻറ്റ്സ് കണക്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്ലെയിൻ ട്രയാങ്കിൾ ആയിരിക്കും. കാരണം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്താണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പ്ലെയിൻ ട്രയാങ്കിൾ ആയിരിക്കും. ഇനി നമ്മൾ ജിയോഡറ്റിക് സർവേ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് സർവേയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നൊരു സർവേയിങ് ആണ് ജിയോഡറ്റിക് സർവേ. ഇവിടെ നമുക്ക് നമ്മൾ എടുക്കുന്ന ഏരിയ 260 കിലോമീറ്റർ സ്ക്വയറിനെ കാട്ടി എക്സീഡ് ചെയ്യാം, അല്ലെങ്കിൽ 100 സ്ക്വയർ മൈൽസിനെ കാട്ടി എക്സീഡ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിന്, അതായത് ഒരു കൺട്രിയുടെ മാപ്പ് പ്രിപ്പറേഷൻ, അതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക്സിനൊക്കെയാണ് നമ്മൾ ജിയോഡറ്റിക് സർവേ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2 പോയിൻറ്റ്സ് കണക്ട് ചെയ്യുന്നത് കർവ്ഡ് ലൈൻ വെച്ചിട്ടായിരിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ 3 പോയിൻറ്റ്സ് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ഒബ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു സ്പിറിക്കൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് സർഫസിൽ 2 പോയിൻറ്റ്സ് കണക്ട് ചെയ്തുകൊണ്ട് കർവ്ഡ് ലൈനും സ്ട്രെയിറ്റ് ലൈനും ഉപയോഗിച്ച് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. എപ്പോഴാണ് നമ്മുടെ ഈ കർവ്ഡ് ലൈനിന് ഒരു 18.2 കിലോമീറ്റർ ലെന്ത് ഉണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമ്മൾ പുതിയൊരു ടേം പരിചയപ്പെടാൻ പോവുകയാണ്, സ്ഫിറിക്കൽ ആക്സസ്. സ്ഫിറിക്കൽ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഫിറിക്കൽ ട്രയാങ്കിളിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മും പ്ലെയിൻ ട്രയാങ്കിൾസിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്ഫിറിക്കൽ ആക്സസ്. സ്ഫിറിക്കൽ ആക്സസിൻ്റെ വാല്യൂ 1 സെക്കൻഡ് ആയിരിക്കും. എപ്പോഴാണ് 1 സെക്കൻഡ് ആകുന്നത്? ട്രയാങ്കിളിൻ്റെ ഏരിയ
195.5 കിലോമീറ്റർ സ്ക്വയർ ആണെങ്കിലാണ് നമ്മുടെ സ്പിരിക്കൽ എക്സസിൻ്റെ വാല്യൂ 1 സെക്കൻഡ് ആകുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ ആണ്. സർവേനെ നമുക്ക് മെയിനായിട്ട് ഒരു 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഉണ്ട്, ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് ഉണ്ട്, ബേസ്ഡ് ഓൺ മെത്തഡോളജീസ് ഉണ്ട്, ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഉണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ലൊക്കേഷനാണ്. ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് സർവേനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഹൈഡ്രോഗ്രഫിക് അല്ലെങ്കിൽ മറൈൻ സർവേ, രണ്ടാമത്തത് ആസ്ട്രോണമിക്കൽ സർവേ, മൂന്നാമത്തത് ലാൻഡ് സർവേ. ഹൈഡ്രോഗ്രഫിക് അല്ലെങ്കിൽ മറൈൻ സർവേ അത് നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ ബോഡീസിൻ്റെ ഡെപ്തും ഡിസ്ചാർജും കണ്ടുപിടിക്കാനാണ്. അതുപോലെ തന്നെ മീൻ സീ ലെവൽ കണ്ടുപിടിക്കാനും നാവിഗേഷൻ വർക്ക്സിനും വാട്ടർ ബൗണ്ടറീസ് ഫിക്സ് ചെയ്യാനെല്ലാം നമ്മൾ ഹൈഡ്രോഗ്രഫിക് അല്ലെങ്കിൽ മറൈൻ സർവേ ഉപയോഗിക്കാറുണ്ട്. അടുത്ത ടൈപ്പ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രോണമിക്കൽ സർവേ ആണ്. നമ്മുടെ സൺ, സ്റ്റാർ പോലെയുള്ള സെലഷ്യൽ ബോഡീസിൻ്റെ ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ സർവേ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തതാണ് നമ്മുടെ നോർമലിയുള്ള ലാൻഡ് സർവേ. അതിനെ നമുക്ക് വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടോപ്പോഗ്രഫിക്കൽ സർവേ, സിറ്റി സർവേ, കഡസ്ട്രൽ സർവേ അല്ലെങ്കിൽ റവന്യൂ സർവേ. ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് നമ്മുടെ ഏരിയയിലുള്ള നാച്ചുറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ്, ഹിൽസ് പോലുള്ള നാച്ചുറൽ ഫീച്ചേഴ്സിനെയോ ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ബിൽഡിംഗ്, റോഡിനെയൊക്കെ സർവേ ചെയ്യുന്നതാണ് ടോപ്പോഗ്രഫിക്കൽ സർവേ. അത് കഴിഞ്ഞ് സിറ്റി സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രീറ്റ് കൺസ്ട്രക്ഷൻ, അതുപോലെ വാട്ടർ സപ്ലൈ സിസ്റ്റംസ്, സീവർ ലൈൻസ്, ഇതിൻ്റെ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യുന്നത് സിറ്റി സർവേയിലാണ്. അത് കഴിഞ്ഞുള്ളൊരു സർവേയാണ് കഡസ്ട്രൽ സർവേ. അതിൻ്റെ മറ്റൊരു പേരാണ് റവന്യൂ സർവേ. നമ്മുടെ ഏരിയ കാൽക്കുലേഷന്, ഒരു ലാൻഡിൻ്റെ ഏരിയ കാൽക്കുലേഷനും ബൗണ്ടറീസ് ഫിക്സ് ചെയ്യാനും ഒരു പ്ലോട്ടിൻ്റെ റീസർവേ ചെയ്യാനൊക്കെയാണ് നമ്മൾ കഡസ്ട്രൽ അല്ലെങ്കിൽ റവന്യൂ സർവേ ഉപയോഗിക്കുന്നത്. അതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പ്രോപ്പർട്ടി, അതായത് ഒരു ഓണറിൽ നിന്ന് മറ്റൊരു ഓണറിലോട്ട് ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കഡസ്ട്രൽ അല്ലെങ്കിൽ റവന്യൂ സർവേ ആണ്. അപ്പോൾ നമ്മൾ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഇതിനെ മെയിനായിട്ട് 5ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്നാമത്തത് മിലിറ്ററി സർവേ, അതായത് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സിനെ ഡിറ്റർമൈൻ ചെയ്യാനാണ് മിലിറ്ററി സർവേ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് മൈൻ സർവേ, മിനറൽ വെൽത്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ മൈൻ സർവേ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് സർവേയാണ് ആർക്കിയോളജിക്കൽ സർവേ. പുരാതനമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഫൗണ്ട് ഔട്ട് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആർക്കിയോളജിക്കൽ സർവേ. നമ്മുടെ സോയിലിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സും എർത്ത് സർഫസിലുള്ള റോക്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർവേയാണ് ജിയോളജിക്കൽ സർവേ. അഞ്ചാമത്തതാണ് എഞ്ചിനീയറിംഗ് സർവേ. എഞ്ചിനീയറിംഗ് പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷനും ഡിസൈനുമായിട്ടുള്ള വർക്ക്സൊക്കെ റിലേറ്റ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് സർവേയിലാണ്. നമുക്ക് എഞ്ചിനീയറിംഗ് സർവേയിൽ മെയിനായിട്ട് 3 സ്റ്റെപ്പാണുള്ളത്: റെക്കഗ്നൈസേഷൻ സർവേ, പ്രിലിമിനറി സർവേ ആൻഡ് ലൊക്കേഷൻ സർവേ. നമ്മൾ ഫീൽഡിൽ ചെയ്യുന്ന ആദ്യത്തെ വിസിറ്റ് അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ ചെയ്യുന്ന ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷനാണ് റെക്കഗ്നൈസേഷൻ സർവേ. ഈ റെക്കഗ്നൈസേഷൻ സർവേ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെവി ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. ഡിസ്റ്റൻസ് കാൽക്കുലേഷൻസ് നമ്മളൊന്ന് ഐ ജഡ്ജ്മെൻറ്റോ പേസിങ്ങോ വഴിയായിരിക്കും കണ്ടുപിടിക്കുന്നത്. ഈ പേസിംഗ് ഒക്കെ എന്താണെന്ന് നമ്മൾ ഇനി ചെയിൻ സർവേ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതുപോലെ നമ്മൾ കീ പ്ലാനും ഇൻഡെക്സ് സ്കെച്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് റെക്കഗ്നൈസേഷൻ സർവേയിലായിരിക്കും. സ്കെയിലൊന്നും ഇല്ലാതെ റഫായിട്ട് ചെയ്യുന്ന സ്കെച്ചസ് ഒക്കെയാണ് ഇത്. ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിമിനറി സർവേ ആണ്. ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ എല്ലാത്തിനെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സർവേ ചെയ്യുന്നതാണ് പ്രിലിമിനറി സർവേ. മൂന്നാമത്തതാണ് ലൊക്കേഷൻ സർവേ. ലൊക്കേഷൻ സർവേയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ ഫീച്ചേഴ്സ് എല്ലാം സെറ്റിംഗ് ഔട്ട് ചെയ്യുന്നതാണ് ലൊക്കേഷൻ സർവേ. അപ്പോൾ നമ്മൾ ബേസ്ഡ് ഓൺ ലൊക്കേഷനും ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവും കഴിഞ്ഞു. ഇനി നമുക്ക് ബേസ്ഡ് ഓൺ മെത്തേഡോളജീസാണ് നോക്കാനുള്ളത്. ബേസ്ഡ് ഓൺ മെത്തേഡോളജീസിലെ മെയിനായിട്ട് 2 ടോപ്പിക്കാണ് വരുന്നത്: ട്രയാങ്കുലേഷനും ട്രാവേഴ്സിങ്ങും. ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹോൾ ഏരിയ, നമ്മുടെ ഫുൾ ആയിട്ടുള്ള ആ ഒരു ഏരിയനെ നമ്മൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ട്രയാങ്കിളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സർവേ ചെയ്യും. അതാണ് ട്രയാങ്കുലേഷൻ. രണ്ടാമത്തെ മെത്തേഡാണ് ട്രാവേഴ്സിങ്. ട്രാവേഴ്സിങ് പറയുന്നതിന് മുന്നേ എന്താണ് ട്രാവേഴ്സ്? ട്രാവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സർവേ ലൈൻസും കുറച്ച് സ്റ്റേഷൻസും കാണും. ഇതിനെല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ട്രാവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഉള്ള സർവേ ലൈനിൻ്റെ ലെങ്തും ഡയറക്ഷനും ബാക്കി ഫീച്ചേഴ്സും എല്ലാം കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ട്രാവേഴ്സിംഗ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് എല്ലാ സ്റ്റേഷൻ്റെയും ബിറ്റ്വീനായിട്ട് വെച്ചാണ് നമ്മൾ ഈ ഒരു ട്രാവേഴ്സിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ ലാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇൻസ്ട്രുമെൻറ്റ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബേസിസിൽ നമ്മൾ ചെയ്യുന്ന മെയിനായിട്ടുള്ള സർവേസ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയിൻ സർവേ ചെയ്യും, കോമ്പസ് ചെയ്യും, പ്ലെയിൻ ടേബിളുണ്ട്, തിയോഡലൈറ്റ് ഉണ്ട്, ടോട്ടൽ സ്റ്റേഷൻ ഉണ്ട്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പേരിൻ്റെ ബേസിസിൽ തന്നെയാണ് ഈ സർവേസ് എല്ലാം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ സർവേസും നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ടോപ്പിക്സിലെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും.
ഇനി അടുത്തത് കുറച്ച് യൂണിറ്റ്സും കൺവേർഷനും, ലെന്തിൻ്റെ യൂണിറ്റ്സും ഏരിയയുടെ കുറച്ച് യൂണിറ്റ്സുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് സ്കെയിലിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിലുള്ള ഡിസ്റ്റൻസും നമ്മളുടെ ഫീൽഡ് ഡിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ ആണ് സ്കെയിൽ. നമ്മളിവിടെ മെയിനായിട്ട് 3 ടൈപ്പ് സ്കെയിലാണ് പറയുന്നത്: എഞ്ചിനീയർ സ്കെയിൽ, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ, ഗ്രാഫിക്കൽ സ്കെയിൽ. എഞ്ചിനീയർ സ്കെയിലാണെങ്കിൽ 2 സൈഡിലും യൂണിറ്റ്സ് സ്പെസിഫൈ ചെയ്തിരിക്കും. ഇനി റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലാണെങ്കിൽ മാപ്പ് ഡിസ്റ്റൻസും ഫീൽഡ് ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. അവിടെ യൂണിറ്റ്സേ ഇല്ല. മൂന്നാമത്തതാണ് ഗ്രാഫിക്കൽ സ്കെയിൽ. ഗ്രാഫിക്കൽ സ്കെയിലിൽ ആക്ച്വലി നമ്മൾ ഒരു ലൈനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ ലൈനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ് ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീൽഡിലുള്ള ലെന്തിനെ ബേസ് ചെയ്ത് നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഗ്രാഫിക്കൽ സ്കെയിൽ. ഇങ്ങനെ ഒരു ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് ആണ് ഷ്രിങ്കേജ് കാരണം ഉണ്ടാകുന്ന കാൽക്കുലേഷൻ എറേഴ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഗ്രാഫിക്കൽ സ്കെയിൽ തന്നിട്ടില്ല എങ്കിൽ നമ്മളൊരു ന്യൂ സ്കെയിൽ, മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ന്യൂ സ്കെയിൽ ഫോം ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളിവിടെ ലൈനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്കെയിലിന് പകരം നമ്മളൊരു ലൈനായിട്ടാണ് സ്കെയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലൈൻ നമ്മളെ മാപ്പിൽ ഉണ്ടെങ്കിൽ അത് ഷ്രിങ്കേജ് അതിന് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള അതിൻ്റെ ലെന്താണ് ഷ്രങ്ക് ലെന്ത്. ആ ഷ്രങ്ക് ലെന്ത് നമ്മൾ മെഷർ ചെയ്തിട്ട് അത് ഡിവൈഡഡ് ബൈ നമ്മുടെ ഒറിജിനൽ ലെന്ത് ചെയ്യുമ്പോൾ നമുക്ക് ഷ്രിങ്കേജ് ഫാക്ടർ കിട്ടും. ഇനി നമുക്ക് ന്യൂ സ്കെയിൽ കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു ഷ്രിങ്കേജ് ഫാക്ടറും റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ന്യൂ സ്കെയിൽ കിട്ടും. നമുക്ക് മെയിനായിട്ട് 3 സ്കെയിൽസാണുള്ളത്. ഒന്നാമത്തതാണ് എൻലാർജ്ഡ് സ്കെയിൽ. എൻലാർജ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡിലുള്ള ആ ഒരു ലെന്തിനേക്കാൾ ഇൻക്രീസായി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതാണ് എൻലാർജ്ഡ് സ്കെയിൽ. അതേസമയം റെഡ്യൂസ്ഡ് സ്കെയിലാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മുടെ ഫീൽഡിലുള്ള ലെന്തിനേക്കാൾ ചെറിയ ലെന്തിൽ വരയ്ക്കുകയാണെങ്കിൽ അത് റെഡ്യൂസ്ഡ് സ്കെയിലായിരിക്കും. നമ്മുടെ ഫീൽഡിലുള്ള ലെന്തും നമ്മൾ അതേ ലെന്തിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിനെ ഫുൾ സൈസ് സ്കെയിൽ എന്നും പറയും. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫിസിക്കൽ സ്കെയിൽസ് ആണ്. നമുക്ക് മെയിനായിട്ട് 4 ടൈപ്പ് ഫിസിക്കൽ സ്കെയിൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത്: പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ സ്കെയിൽ, സ്കെയിൽ ഓഫ് കോഡ്സ് ആൻഡ് വെർനിയർ സ്കെയിൽ. 2 യൂണിറ്റ്സ് മാത്രം മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ പ്ലെയിൻ സ്കെയിൽ എന്നും 3 യൂണിറ്റ്സ് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡയഗണൽ സ്കെയിൽ എന്നും പറയും. ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് സ്കെയിൽ ഓഫ് കോഡ്സ്. അടുത്തതാണ് വെർനിയർ സ്കെയിൽ. വെർനിയർ സ്കെയിലിനെ നമുക്ക് മെയിനായിട്ട് 2ആയിട്ട് തിരിക്കാൻ പറ്റും: ഡയറക്റ്റ് അല്ലെങ്കിൽ ഫോർവേഡ് വെർനിയർ എന്നും ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് അല്ലെങ്കിൽ റെട്രോഗ്രേഡ് വെർനിയർ എന്നും പറയും. ഡയറക്റ്റ് അല്ലെങ്കിൽ ഫോർവേഡ് വെർനിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്കെയിൽ ഗ്രാജുവേഷൻസും വെർനിയർ സ്കെയിൽ ഗ്രാജുവേഷൻസും ഒരേ ഡയറക്ഷനിലായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർനിയർ സ്കെയിലിൽ n ഗ്രാജുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സ്കെയിലിൽ n-1 ഗ്രാജുവേഷൻസ്, അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെർനിയർ സ്കെയിലിൽ 10 ഗ്രാജുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സ്കെയിലിൽ 9 ഗ്രാജുവേഷൻസേ കാണൂ. അപ്പോൾ എവിടെയായിരിക്കും ഡിവിഷൻസ് തമ്മിലുള്ള സ്പേസിങ് കൂടുതൽ? നമ്മൾ പറഞ്ഞു നമ്മുടെ മെയിൻ സ്കെയിലിൽ n-1 ഗ്രാജുവേഷൻസും വെർനിയർ സ്കെയിലിൽ n ഗ്രാജുവേഷൻസും ആണ്. അതായത് നമ്മുടെ വെർനിയർ സ്കെയിലിൽ 10 ഗ്രാജുവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെയിൻ സ്കെയിലിൽ 9 ഗ്രാജുവേഷൻസ് ആയിരിക്കും. അപ്പോൾ ഒരു ലൈനിനെ നമ്മൾ 9ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ഒരു ലൈനെ നമ്മൾ 10ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയായിരിക്കും ലൈൻസ് തമ്മിലുള്ള ഡിവിഷൻസ് തമ്മിലുള്ള സ്പേസിങ് കൂടുതൽ? അതെ, നമ്മളിപ്പോൾ 9ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെയായിരിക്കും സ്പേസിങ് കൂടുതൽ. അതായത് നമ്മുടെ മെയിൻ സ്കെയിലിലായിരിക്കും ഡിവിഷൻസ് തമ്മിലുള്ള സ്പേസിങ് കൂടുതൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു മെയിൻ സ്കെയിലിൽ n-1 ആണെങ്കിൽ n-1 9 ഡിവിഷൻസ് ആണെങ്കിൽ, എക്സാമ്പിളാണ് 9 ഡിവിഷൻസ് ആണെങ്കിൽ നമ്മുടെ വെർനിയർ സ്കെയിലിൽ n ഡിവിഷൻസ് ആയിരിക്കും, അതായത് 10 ഡിവിഷൻസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് വെർനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ബാക്ക്വേർഡ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് റെട്രോഗ്രേഡ് വെർനിയർ. ഇവിടെ മെയിൻ സ്കെയിൽ ഗ്രാജുവേഷൻസും വെർനിയർ സ്കെയിൽ ഗ്രാജുവേഷൻസും ഇൻക്രീസ് ആവുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴായിരിക്കും. ഇവിടെ വെർനിയർ സ്കെയിലിൽ n ഗ്രാജുവേഷൻസ് ഉണ്ടെങ്കിൽ മെയിൻ സ്കെയിലിൽ n+1, അതായത് വെർനിയർ സ്കെയിലിൽ 10 ഗ്രാജുവേഷൻസ് ഉണ്ടെങ്കിൽ മെയിൻ സ്കെയിലിൽ 11 ഗ്രാജുവേഷൻസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വെർനിയർ പറഞ്ഞതുപോലെ ഇവിടെ എങ്ങനെയായിരിക്കും? നമ്മൾ പറഞ്ഞു വെർനിയർ സ്കെയിലിൽ n ഗ്രാജുവേഷൻസും മെയിൻ സ്കെയിലിൽ n+1 ഗ്രാജുവേഷൻസും ആണ്. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെർനിയർ സ്കെയിലിൽ 10 ഗ്രാജുവേഷൻസ് ഉണ്ടെങ്കിൽ മെയിൻ സ്കെയിലിൽ 11 ഗ്രാജുവേഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ലൈനിനെ 10ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു.
അപ്പോൾ ഒരു ലൈനെ 10 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഓരോ ഡിവിഷൻസ് തമ്മിലുള്ള സ്പേസിങ്ങും ഒരു ലൈനിനെ 11 ഡിവൈഡ് ചെയ്താൽ അത് തമ്മിലുള്ള സ്പേസിങ്ങും കൺസിഡർ ചെയ്യുക. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ 11 ഡിവൈഡ് ചെയ്തത്, അതായത് നമ്മുടെ മെയിൻ സ്കെയിലിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിവിഷൻസ് തമ്മിലുള്ള സ്പേസിങ് ആയിരിക്കും കുറവ്. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്കെയിലിലുള്ള ഡിവിഷൻസ് തമ്മിലുള്ള സ്പേസിങ് ആയിരിക്കും കുറവ്. വെർനിയർ സ്കെയിലിൽ അതിന് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേറെ 2 ടൈപ്പ് വെർനിയേഴ്സിനെ കൂടെ പരിചയപ്പെടാം. ഡബിൾ വെർനിയറും എക്സ്റ്റെൻഡഡ് വെർനിയറും. ഡബിൾ വെർനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്കെയിലിലുള്ള ഗ്രാജുവേഷൻസ് 2 ഡയറക്ഷനിൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള വെർനിയർ സ്കെയിൽ ഡബിൾ സൈസ് ആവുകയും ചെയ്യും, അതിൻ്റെ മിഡിലിൽ ഒരു 0 കാണുകയും ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾ നമ്മുടെ തിയോഡലൈറ്റ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിയോഡലൈറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, അതിൻ്റെ അകത്തുള്ള റീഡിങ്സും വായിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മുടെ ഡബിൾ വെർനിയർ. നമ്മുടെ തിയോഡലൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ വെർനിയറാണ്. അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ. 2 സൈഡിലും ബോത്ത് ഡയറക്ഷനിൽ നമ്മുടെ ഗ്രാജുവേഷൻസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഇനി എക്സ്റ്റെൻഡഡ് വെർനിയറിൻ്റെ കേസിൽ നമ്മുടെ വെർനിയർ സ്കെയിലിൽ n ഡിവിഷൻസ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെയിൻ സ്കെയിലിൽ 2n-1 ഡിവിഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെർനിയർ സ്കെയിലിൽ 10 ഡിവിഷൻസ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മെയിൻ സ്കെയിലിൽ എത്ര ഡിവിഷൻസ് കാണും? 2n-1 ഡിവിഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ എന്നിൻ്റെ സ്ഥാനത്ത് 10 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 2 × 10 20 - 1 19 ഡിവിഷൻസ് ആയിരിക്കും. അതായത് നമ്മുടെ വെർനിയർ സ്കെയിലിൽ n ഡിവിഷൻസ് 10 ഡിവിഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെയിൻ സ്കെയിലിൽ 2n-1 അതായത് 19 ഡിവിഷൻസ് ആയിരിക്കും കാണുന്നത്. ഇനി വേറൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെർനിയർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സോൾവ് ചെയ്യാനുള്ളൊരു ഇക്വേഷനാണ് ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ സ്കെയിൽ ഈക്വൽസ് S/n. ഇവിടെ S എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിൻ സ്കെയിലിലെ സ്മോളസ്റ്റ് ഡിവിഷനും n എന്ന് ഉദ്ദേശിക്കുന്നത് വെർനിയർ സ്കെയിലിലെ എത്ര നമ്പർ ഓഫ് ഡിവിഷൻസ് ഉണ്ട് എന്നതുമാണ് n കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മുടെ എക്സാം ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സർവേ ആയതുകൊണ്ടാണ് ആദ്യം സർവേ എന്നുള്ളൊരു ടോപ്പിക് എടുത്തത്. എല്ലാവർക്കും അറിയാമല്ലോ, സർവേ എന്നുള്ളത് ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ പാർട്ട് മാത്രമാണ് ഈ വീഡിയോ. എല്ലാവരും എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും പ്രിപ്പയർ ചെയ്യാത്തവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻറ്റൽസ് ഓഫ് സർവേയിൽ വരുന്ന അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്സൊക്കെയാണ് നമ്മളിവിടെ കവർ ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.